അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നമുക്കൊന്ന് ഡൽഹിയിലേക്ക് പോകാം. ഡൽഹിയിൽ നല്ല ഗംഭീര ചർച്ച നടക്കുകയാണ് പാർലമെന്റിൽ. ഇന്നലെയും ചർച്ചയിൽ ഇരുവിഭാഗവും കത്തിക്കേറി. ഭരണഘടനയാണ് വിഷയം. ഭരണഘടനയുടെ 75ാം വാർഷികത്തിന്റെ ഭാഗമായി പാർലമെന്റിൽ ഇന്നലെ തുടങ്ങിയ പ്രത്യേക ചർച്ചയ്ക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് മറുപടി പറയും. ഇന്നലെ രാജ്നാഥ് സിംഗിന്റെ പ്രകടനമായിരുന്നു, ഇന്നലെ പ്രിയങ്ക ഗാന്ധിയുടെ പ്രകടനമായിരുന്നു. ഇന്നിപ്പോൾ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുടെ പ്രസംഗവും പ്രധാനമന്ത്രിയുടെ പ്രസംഗവും ഇന്നുണ്ടാവും. അപ്പോൾ ഇന്ന് തീപ്പൊരി പ്രസംഗങ്ങളായിരിക്കും പാർലമെന്റിൽ, ലോക്സഭയിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഇന്നലെ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് തുടങ്ങി വെച്ച ചർച്ചയിൽ കേന്ദ്ര സർക്കാരിനെ കടന്നാക്രമിച്ച് പ്രിയങ്ക ഗാന്ധി സംസാരിച്ചിരുന്നു. സംഘ് സംവിധാനമാണ്, ഭാരത സംവിധാനമാണെന്ന് ഇനിയും തിരിച്ചറിയുന്നില്ലേ എന്നാണ് പ്രിയങ്ക ഗാന്ധി ചോദിച്ചത്. വിവരങ്ങളുമായി പിയാ സുനിൽ ചേരുന്നു നമുക്കൊപ്പം. പിയാ സുനിൽ, വെരി ഗുഡ് മോർണിംഗ്. ഇന്നെന്തായാലും ലോക്സഭയിൽ ഭരണഘടനയെ ചൊല്ലിയുള്ള ചർച്ച ആവേശകരമാകുമെന്ന് ഉറപ്പാണ്. ഇന്നലെ രാജ്നാഥ് സിംഗും പ്രിയങ്ക ഗാന്ധിയും തുടങ്ങി വെച്ചത് പ്രധാനമന്ത്രിയും രാഹുൽ ഗാന്ധിയും ഏറ്റെടുക്കുന്നതോടുകൂടി സഭയിൽ വളരെ രസകരമായ നിമിഷങ്ങൾക്കുള്ള സാധ്യതയുണ്ട്. ആഴമേറിയ ചർച്ചയും പ്രസംഗവും നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്, അല്ലേ പിയാ സുനിൽ? ചൂടുപിടിക്കും ഇന്ന് ലോക്സഭ, അല്ലേ പിയാ സുനിൽ? അരുൺ, ഗുഡ് മോർണിംഗ്. ഏതായാലും ചൂടുപിടിച്ച ചർച്ചകൾ തന്നെയായിരിക്കും ലോക്സഭയിൽ നിന്നുണ്ടാവുക എന്ന കാര്യത്തിൽ സംശയമില്ല. ഇന്നലെ പ്രിയങ്ക ഗാന്ധിയുടെ കന്നി പ്രസംഗം പാർലമെന്റിൽ ലോക്സഭയിൽ നടന്നിരുന്നു. കന്നി പ്രസംഗത്തിൽ തന്നെ കേന്ദ്ര സർക്കാരിനെ കടന്നാക്രമിച്ച് തന്നെയാണ് പ്രിയങ്ക ഗാന്ധി സംസാരിച്ചത്. വളരെ സൗമ്യമാണെന്ന് തോന്നിയെങ്കിൽ പോലും പ്രിയങ്ക ഗാന്ധിയുടെ വാക്കുകൾ വളരെ ഷാർപ്പായിരുന്നു. സംഘത്തിന്റെ സംവിധാനമല്ല ഭരണഘടന എന്നാണ് പ്രിയങ്ക ഗാന്ധി ചൂണ്ടിക്കാണിച്ചത്. രാജ്നാഥ് സിംഗ് പറഞ്ഞത്, ചർച്ചയ്ക്ക് തുടക്കമിട്ട് രാജ്നാഥ് സിംഗ് പറഞ്ഞത്, ഒരു പാർട്ടി ഭരണഘടനയെ കുത്തകയാക്കി വെക്കാൻ ശ്രമിച്ചു എന്നതാണ്. അതിനുള്ള ഒരു വ്യക്തമായ മറുപടിയാണ് പ്രിയങ്ക ഗാന്ധി പിന്നീട് നൽകിയത്. ഏതായാലും രാജ്യത്തെ ഭരണഘടന എന്നത് ഒരു രാജ്യത്തെ ജനങ്ങളുടെ സുരക്ഷാ കവചമാണ്. അത് തകർക്കാനുള്ള ശ്രമമാണ് കഴിഞ്ഞ 10 വർഷമായി രാജ്യത്ത് നടക്കുന്നത്. ജനങ്ങളെ ഭീതിപ്പെടുത്തി, ഭയപ്പെടുത്തി, അടിച്ചമർത്തി ഒരുപാട് കാലം മുന്നോട്ട് പോകാനാകില്ല എന്നൊക്കെയാണ് പ്രിയങ്ക ഗാന്ധി ചൂണ്ടിക്കാണിച്ചത്. ഈ രാജ്യം ഉണർന്നെണീക്കുക തന്നെ ചെയ്യും എന്ന് പറഞ്ഞുകൊണ്ടാണ് പ്രിയങ്ക ഗാന്ധി പ്രസംഗം അവസാനിപ്പിച്ചത്. ഏതായാലും ഇന്നലെ ഒരുപാട് മറ്റ് വിഷയങ്ങളടക്കം അഖിലേഷ് യാദവ്, അതുപോലെ തന്നെ കല്യാൺ ബാനർജി ഉൾപ്പെടെയുള്ള നേതാക്കളൊക്കെ തന്നെ സംസാരിച്ചിരുന്നു. ഈ നേതാക്കളൊക്കെ തന്നെ സംസാരിച്ചപ്പോൾ അടിയന്തരാവസ്ഥ കാലത്തെക്കുറിച്ചൊക്കെ പറയും എന്നൊക്കെയാണ് പൊതുവെ വിലയിരുത്തപ്പെട്ടത്. പക്ഷേ കഴിഞ്ഞ 10 വർഷമായിരുന്നു പ്രതിപക്ഷ പാർട്ടികൾ പ്രധാനമായും ആയുധമാക്കിയത്. പ്രതിപക്ഷ പാർട്ടികൾ കഴിഞ്ഞ മോദി സർക്കാരിൻ്റെ 10 വർഷം ആയുധമാക്കിയപ്പോൾ അടിയന്തരാവസ്ഥ കാലത്തെയൊക്കെ ഓർമ്മിപ്പിച്ചായിരുന്നു ഭരണപക്ഷാംഗങ്ങളുടെ പ്രത്യാക്രമണം. ഏതായാലും ഇന്ന് രാഹുൽ ഗാന്ധി സംസാരിക്കുന്നുണ്ട്. തീർച്ചയായും കേന്ദ്ര സർക്കാരിനെ പ്രതിരോധത്തിലാക്കാനുള്ള നീക്കങ്ങൾ അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൽ ഉണ്ടാകും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഇതിനൊക്കെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ മറുപടി എങ്ങനെയാകും എന്നതും വളരെ പ്രധാനപ്പെട്ടൊരു വിഷയമാണ്. ഏതായാലും ഭരണഘടന എന്നത് വലിയൊരു രാഷ്ട്രീയ വിഷയമാണ്. ഇന്ന് രാജ്യത്ത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഭരണഘടന ഉയർത്തിപ്പിടിച്ചാണ് ഇന്ത്യ സഖ്യം മുന്നോട്ട് പോയത്. ഇപ്പോഴും രാഹുൽ ഗാന്ധിയൊക്കെ നടക്കുന്നത് കയ്യിലൊരു ഭരണഘടനാ പുസ്തകം കരുതിയാണ്. അപ്പോൾ ഭരണഘടനയെ ഇങ്ങനെ കയ്യിൽ കരുതി പ്രതിപക്ഷം മുന്നോട്ട് പോകുമ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തീർച്ചയായും ഇതിനെ എങ്ങനെ രാഷ്ട്രീയമായി നേരിടും എന്നത് വളരെ പ്രധാനപ്പെട്ട വിഷയം തന്നെയാണ്. അപ്പോൾ വലിയൊരു ആക്രമണം പ്രധാനമന്ത്രിയുടെ ഭാഗത്ത് നിന്ന് ഇന്ന് പ്രതീക്ഷിക്കാം. അരുൺ ചൂണ്ടിക്കാണിച്ചതുപോലെ തന്നെ ചൂടുപിടിച്ച ചർച്ച, ചൂടുപിടിച്ച വാഗ്വാദങ്ങൾ ഒക്കെ തന്നെ ഇന്നും പ്രതീക്ഷിക്കാം. ഇന്നലെ ചർച്ചയ്ക്കിടയിൽ തൃണമൂൽ അംഗം മഹുവ മൈത്ര ജസ്റ്റിസ് ലോയയുടെ മരണവുമായി ബന്ധപ്പെട്ട പരാമർശം നടത്തിയത് ഇന്നലെ ലോക്സഭയിൽ വലിയ ബഹളത്തിന് കാരണമായിരുന്നു. ഭരണപക്ഷാംഗങ്ങൾ തന്നെ അതിനെ ശക്തമായി എതിർക്കുകയും ജസ്റ്റിസ് ലോയയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളൊക്കെ സുപ്രീം കോടതി തീർപ്പാക്കിയതാണ്. അപ്പോൾ ഈ വിഷയം വീണ്ടും സഭയ്ക്കകത്ത് വന്ന് ഉന്നയിച്ചത് ദുരൂഹമാണ്. ഈ വിഷയത്തിൽ അന്വേഷണം നടത്തും, നടപടിയെടുക്കും എന്നൊക്കെയാണ് കേന്ദ്ര പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജു പറഞ്ഞത്. അപ്പോൾ ഇന്നും ഒരു പക്ഷേ സഭയിൽ ഈ ഭരണഘടനാ വിഷയത്തിൽ ചർച്ച ആരംഭിക്കുമ്പോൾ ഈ വിഷയത്തിൽ ഒരു പ്രതിഷേധവും ബഹളവും ഉണ്ടാകാനുള്ള സാധ്യതയും നമുക്ക് തള്ളിക്കളയാനാകില്ല. അപ്പോൾ വളരെ നിർണായകമായൊരു ദിനം തന്നെയായിരിക്കും എന്ന കാര്യത്തിൽ സംശയമില്ല. ഓക്കെ, താങ്ക് യു പിയാ സുനിൽ. എന്തായാലും പാർലമെന്റിലെ ലോക്സഭയിലെ നടപടിക്രമങ്ങൾ സൂക്ഷ്മമായി നിരീക്ഷിച്ച് പിയാ സുനിൽ പ്രേക്ഷകരിലേക്ക് ആ ചർച്ചയുടെ ഗൗരവം എന്താണ് എന്നത് ബോധ്യപ്പെടുത്തും. ഇന്നലെ രാജ്നാഥ് സിംഗ് പറഞ്ഞത്, പ്രതിപക്ഷം ഭരണഘടന പോക്കറ്റിലിട്ട് നടക്കുന്നതാണ്, പക്ഷേ ഞങ്ങൾ ഹൃദയത്തിലേറ്റ് നടക്കുന്നതാണ് എന്നാണ്. അപ്പോൾ വളരെ ആവേശകരമായ പ്രസംഗങ്ങളാണ് ഇന്നലെ കണ്ടത്. ആ പ്രസംഗത്തിനിടയിൽ പ്രിയങ്ക ഗാന്ധി പറഞ്ഞു, ഇത് ഭരണഘടനയെ നിങ്ങൾ മനസ്സിലാക്കിയിട്ടില്ല, അത് സംഘിൻ്റെ സംവിധാനമല്ല. രാജ്നാഥ് സിംഗ് പറയുന്നു, ഭരണഘടനയല്ല, നിങ്ങൾ അധികാരത്തിനാണ് കൂടുതൽ പ്രാധാന്യം കൊടുത്തത്, ഭരണഘടന പോക്കറ്റിലിട്ട് നടക്കുന്നവരല്ലേ നിങ്ങൾ, ഞങ്ങൾ ഹൃദയത്തിലേറ്റ് നടക്കുന്നവരാണ് എന്നാണ് രാജ്നാഥ് സിംഗ് പറഞ്ഞത്. ഇന്ന് അതിൻ്റെ തുടർച്ചയായിരിക്കും പ്രധാനമന്ത്രിയും രാഹുൽ ഗാന്ധിയും ഭരണഘടനയെ ചൊല്ലി സഭയിൽ പരസ്പരം ഏറ്റുമുട്ടുകയും വാദപ്രതിവാദങ്ങൾ നടത്തുകയും ചെയ്യുക. നമുക്കതിനുവേണ്ടി കാത്തിരിക്കാം. എന്തായാലും അതൊരു മനോഹരമായിട്ടുള്ള സംവാദമായിരിക്കും. ഭരണഘടനയെ സ്വീകരിച്ചതിൻ്റെ 75ാം വാർഷികവുമായി
ബന്ധപ്പെട്ടുകൊണ്ടാണ് ഈ ചർച്ചകൾ നടക്കുന്നത്. പ്രേക്ഷകർക്കറിയാവുന്നതുപോലെ 1949 നവംബർ മാസം 26-ാം തീയതിയാണ് ഭരണഘടന അഡോപ്റ്റ് ചെയ്യുന്നത്. അതിൻ്റെ 75-ാമത്തെ വർഷമാണ് ഇപ്പോൾ കടന്നുപോയിരിക്കുന്നത്. ഈ കഴിഞ്ഞ നവംബർ 29-ാം തീയതി കടന്നുപോയത്. നവംബർ 26-ാം തീയതി കടന്നുപോയത്. അതാണ് യഥാർത്ഥത്തിൽ ഇന്നിപ്പോൾ വലിയ ഒരു ചർച്ചയ്ക്കുള്ള കാരണമായി തീരുന്നത്.